നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിഫിലിസിനെ കുറിച്ചാണ്. ഇതൊരു ബാക്ടീരിയൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ട്രെപ്പോനിമ പാലിഡസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് പോസിറ്റീവ് ഏജന്റ്. സിഫിലിസ് സോർ എന്ന് പറയുന്ന ഒരു മുറി പോലെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതിന് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് സിഫിലിസ് വേറൊരാൾക്ക് സ്പ്രെഡ് ആവും. ഇത് സാധാരണയായിട്ട് വെജൈനൽ, ഓറൽ അല്ലെങ്കിൽ ആനൽ സെക്സ് ചെയ്യുമ്പോഴാണ് വേറൊരാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സിഫിലിസ് ഉണ്ടായിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിലേക്കും പാസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സിഫിലിസ് പ്രോഗ്രസ് ചെയ്യുന്നത് കുറച്ച് സ്റ്റെപ്സിലൂടെയാണ്. അതിൽ പ്രൈമറി സ്റ്റേജിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള പെയിൻ ഇല്ലാത്ത ഒരു മുറിവായിരിക്കും. അത് യൂഷ്വലായിട്ട് ജെനിറ്റേലിയയിലോ മൗത്തിലോ അല്ലെങ്കിൽ ആനസിലോ ആയിരിക്കും ഉണ്ടാവും. സാധാരണയായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് ഉണ്ടാവുകയും ചെയ്യും. സെക്കൻഡറി സ്റ്റേജ് കുറച്ച് വീക്സ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുക. ഇതില് ചൊറിച്ചിലില്ലാത്ത സ്കിൻ റാഷസ് ആയിരിക്കും. അത് കയ്യിലും കാലിലും ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുക. പനി ഉണ്ടായിരിക്കും, ലിംഫ് നോഡ്സ് സ്വെല്ല് ചെയ്യും, വീങ്ങി നിൽക്കും, തൊണ്ടയിൽ കരകരപ്പ് ഉണ്ടാവും, സോർ ത്രോട്ട് ആയിരിക്കും, തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടാവും. അടുത്തത് ലേറ്റന്റ് സ്റ്റേജ് ആണ്. ഇത് സാധാരണയായിട്ട് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ഇതിലൊരു സിംറ്റംസും കാണിക്കൂല. ഇൻഫെക്ഷൻ സാധാരണയായിട്ട് ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കും. അത് ഇയേഴ്സ് കുറെ കാലത്തോളം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കും. അടുത്ത സ്റ്റേജ് ടെറിഷ്യറി സ്റ്റേജ് ആണ്. ഇതാണ് മോസ്റ്റ് സിവിയർ സ്റ്റേജ്. ഇത്രയും സ്റ്റേജ് പറഞ്ഞാൽ മോസ്റ്റ് സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് ടെറിഷ്യറി സ്റ്റേജ് ആണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒളിഞ്ഞു കിടന്നു എന്ന് നേരത്തെ പറഞ്ഞ ലേറ്റന്റ് സ്റ്റേജിലെ സിഫിലിസ് വീണ്ടും പുറത്തേക്ക് വരുന്നതിനെയാണ് ടെറിഷ്യറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് സാധാരണ മേജർ ഡാമേജ് ഉണ്ടാക്കും. ഹാർട്ടിന്, ബ്രെയിനിന്, ഐസിന്, ഇയേഴ്സിന്, അതുപോലെ വേറെ പല ഓർഗൻസിനും. അത് കാരണം കാഴ്ചക്കുറവ്, അതായത് കണ്ണ് കാണാതിരിക്കുക, ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, പാരാലിസിസ് ഉണ്ടാവും, മരണവും സംഭവിച്ചേക്കും. സിഫിലിസ് ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ്, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോണ്ടം യൂസ്, HIV, അതേപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളിലും റിസ്ക് കൂടുതലാണ്. ട്രീറ്റ്മെന്റ് സാധാരണയായിട്ട് ആന്റിബയോട്ടിക്സ് ആണ്. ട്രീറ്റ്മെന്റ് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പാർട്ട്ണർ എടുത്താൽ പോലെ 2 പാർട്ട്ണറും എടുത്തിരിക്കണം. പ്രിവെൻഷനിൽ കോണ്ടംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെക്സ് ചെയ്യുക. സെക്ഷൽ പാർട്ട്നേഴ്സിനെ ലിമിറ്റ് ചെയ്യുക. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ കൂടെ സെക്സ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സിഫിലിസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെഗുലർ ആയിട്ടുള്ള സ്ക്രീനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടും പിന്നീട് അത് വരുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ളത് കൊണ്ടും അതിനെ എപ്പോഴും നമ്മൾ സ്ക്രീൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. താങ്ക് യു.